ഫ്രണ്ട്സ് മലയാളം മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് OTT റിലീസായ സിനിമകളും സീരീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ ഉള്ള പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. അതിൻ്റെ ഒന്നാം സിനിമ എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് കോമഡി ഡ്രാമ ഭാഗത്തുള്ള ഒരു തെലുങ്ക് മൂവിയാണ് ലവ് പോളിസി നാല് സിനിമ. ETV വഴി ഏപ്രിൽ മാസം 5-ാം തീയതി OTT റിലീസാക്കുന്ന നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തുള്ള ഒരു തെലുങ്ക് മൂവിയാണ് മൃത്യുഞ്ജയ് നാല് സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴി ഏപ്രിൽ മാസം 3-ാം തീയതി തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷയായിട്ട് റിലീസാക്കുന്ന നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത നമ്മുടെ വിപിൻ ജോർജ്, ആദിയ പ്രസാദ് ഒക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു കോമഡി ഡ്രാമ ആക്ഷൻ ഭാഗത്തുള്ള സിനിമയായിരുന്നു ശുക്രൻ നാല് സിനിമ. നേരത്തെ ആമസോൺ പ്രൈമിലും സൺനെക്സിലൊക്കെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഇപ്പോൾ ഈ സിനിമ മനോർ മാക്സ് വഴി ഏപ്രിൽ മാസം 4-ാം തീയതി OTT റിലീസാക്കുന്ന നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ഭാഗത്തുള്ള ഒരു തമിഴ് സീരീസാണ് കാക്കി സർക്കസ് നാല് സീരീസ് C5 വഴി ഏപ്രിൽ മാസം 10-ാം തീയതി OTT റിലീസാക്കുന്ന നമുക്ക് വെയിറ്റ് ആം സീരീസിന് വേണ്ടി. അടുത്ത നമ്മുടെ ഇന്ദ്രൻസ് ഒക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു കോമഡി ഡ്രാമ ഭാഗത്തുള്ള ഒരു മലയാളം മൂവിയായിരുന്നു മധുര കണക്ക് നാല് സിനിമ. മനോർ മാക്സ് വഴി ഏപ്രിൽ മാസം 4-ാം തീയതി OTT റിലീസാക്കുന്ന നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത നമ്മുടെ അമീർ ഖാനൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള ഭാഗത്തുള്ള സിനിമയായിരുന്നു സിത്താരെ സമീൻ പർ നാല് സിനിമ. സോണി വഴി ഏപ്രിൽ മാസം 3-ാം തീയതി OTT റിലീസാക്കുന്ന നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. ഇറങ്ങുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഏറ്റവും പുതിയതായിട്ട് OTT റിലീസാക്കുന്ന സിനിമകളും സീരീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ കൂടുതൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ പെട്ട ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. പിന്നെ ഞാൻ ആടുത്തിരിക്കുന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ കാണാത്തവരുടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൻ്റെ വേണ്ടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും.